ഹായ്, ചെയിൻ സ്റ്റിച്ചിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ക്രോഷ്യേൻ്റെ ഫൗണ്ടേഷൻ സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫെർദർ സ്റ്റിച്ചസ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റഫായിട്ടൊരു 10 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്യണം. സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ആ ചെയിൻ സ്റ്റിച്ചിലൂടെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 2 ലൂപ്പ് കാണാം. ഈ 2 ലൂപ്പിൽ നമ്മൾ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകുന്നത് വർക്കിംഗ് ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. എപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഹുക്കിൻ്റെ ഉള്ളിലൊരു ലൂപ്പ് ഉണ്ടാവും, അതാണ് വർക്കിംഗ് ലൂപ്പ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ഒന്നുകൂടി കാണിക്കാം. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇട്ട് യാൺ ഓവർ ചെയ്ത് ചെയിൻ സ്റ്റിച്ചിലൂടെ എടുത്തിട്ട് വർക്കിംഗ് ലൂപ്പിൽ പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇത് നമ്മൾ ഈ 10 സ്റ്റിച്ചസിൽ നമ്മൾ ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ 10 സ്റ്റിച്ചസിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ പാറ്റേൺ വരുന്നത്.